അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് കുക്കിംഗ് വീഡിയോ ഇല്ല കേട്ടോ. കുക്ക് ചെയ്തതിനു ശേഷം അതൊക്കെ കഴിക്കുന്ന വീഡിയോ ആണ്. നല്ല തേങ്ങ അരച്ച് വെച്ച ചുണ്ണാമ്പോള കറിയും ചുണ്ണാമ്പോള പൊരിച്ചതും, പിന്നെ സൈഡ് ഡിഷായിട്ട് അച്ചാറും തൈരും. അങ്ങനെ ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് ചോറും കറിയൊക്കെ എടുത്തു, മീൻ പൊരിച്ചതൊക്കെ എടുത്ത് വെച്ചതാ ഇതുപോലെ നന്നായി കുഴച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. കൂടെ മീൻ പൊരിച്ചത് ടച്ചിങ്സിന്, മീൻ പൊരിച്ചത് മീൻ കറിയിലെ മീനും എല്ലാം കൂടെ നന്നായി കഴിച്ചു. അതിനുശേഷം മീൻ കറി കിടക്കുന്ന തക്കാളി, അതെൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. തക്കാളി ആദ്യം എടുത്ത് കടിച്ചു, പിന്നെ ചോറിൽ മിക്സ് ചെയ്തു, വീണ്ടും ചോറ് തീറ്റിലേക്ക് കിടക്കുകയാണ്. മീൻ പൊരിച്ചതും മീൻ കറിയും ചോറും എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി. ഈ ചോറ് പലരും ഈ ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കാർബ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചോറ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ എനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. ഇനി ബിരിയാണിയല്ല, എത്ര വലിയ ഫുഡ് വന്നാലും ഈ നാടൻ ചോറും മീൻ കറി. ഒരുപാട് സൈഡ് ഡിഷൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് സൈഡ് ഡിഷൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ ഒരു കറി മാത്രം മതി. ഒരു ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ സന്തോഷം. അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കഴിക്കാം. മീനിൽ മുള്ളൊക്കെ കുറവായതുകൊണ്ട് കഴിക്കാൻ എളുപ്പമായിരുന്നു. അറിയാമല്ലോ, ചുണ്ണാമ്പ് വളയിൽ മുള്ള് കുറവാണ്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല സുഖമാണ്. പിന്നെ വീണ്ടും കുറച്ച് കറി നന്നായിട്ട് ഒഴിച്ച് കഴിക്കണം കേട്ടോ, അതാണ് എൻ്റെ ഒരു വീക്ക്നെസ്. അതിൽ കിടക്കുന്ന പച്ചവെള്ളം കൂടെയൊക്കെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഞവടി, അതിനുശേഷം വീണ്ടും മീൻ പൊരിച്ചതൊക്കെ എടുത്ത് കഴിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് തീറ്റിയാണ്, പക്ഷേ ഇത്രയും നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ആരും തിന്നു പോകും സുഹൃത്തുക്കളെ, അതിലൊരു ഉപേക്ഷയുമില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം പ്ലേറ്റിലെ ചോറൊക്കെ ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് വീണ്ടും ചോറ് റീഫിൽ ചെയ്യണം. അതിന് മുമ്പായിട്ട് പ്ലേറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പം ആ മീൻ പൊരിച്ചതും ബാക്കിയുള്ള എല്ലാം കൂടെ കഴിച്ചിട്ട് വീണ്ടും ഒരു 2 സ്പൂൺ ചോറും കൂടെ ഇട്ട് കേട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. അതിനുശേഷം നല്ല തൈര്, ലെമൺ അതങ്ങോട്ട് ഒഴിച്ച് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഒഴിക്കണം. അതിനുശേഷം നാരങ്ങ അച്ചാറും കുറച്ച് മീൻ കറിയും കൂടെ ചന്തത്തിന് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വായിൽ വെള്ളം വരുന്ന കേട്ടോ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക്. അതിനുശേഷം ആ മീനും ആ തൈരും ചോറും അച്ചാറും എല്ലാം കൂടെ ഭംഗിയായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കൂടെയൊക്കെ നല്ലതുപോലെ ആസ്വദിച്ച് ഒരു ചോറ് പോലും കളയാതെ എല്ലാം അങ്ങ് കഴിച്ചു കേട്ടോ. കണ്ടില്ലേ, കണ്ട അത്യാഗ്രഹമാണെന്ന് തോന്നും, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു കഷ്ണം മീനും കൂടെ എടുത്ത് കേട്ടോ, രാത്രിയല്ലേ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ. അങ്ങനെ ആ ഒരു കഷ്ണം മീൻ ഫ്രൈയും കൂടെ എടുത്ത് വീണ്ടും കഴിച്ചു. അയ്യോ, വയറ് ഏകദേശം ഫുള്ളായി. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കാരണം കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോറ് തീറ്റി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ആർക്കും എന്നെ തടയാനാകില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.